ഇന്നെനിക്ക് പാടൂ പറയുന്നുണ്ട്. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കോട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കോട്. ബാബുവേട്ടൻ സ്നേഹം തരുന്നുണ്ട്. വാനമ്പാടി പൊന്നമ്മേ പറഞ്ഞ് ജയന്മൻ വന്നിട്ടുണ്ട്. ഹായ് മോനെ, ലൈവിലേക്ക് സ്വാഗതം. 2 കൊട്ട സ്നേഹം കൊണ്ടാണല്ലോ വന്നേക്കണേ. ബിന്ദു ജയോ പറയുന്നുണ്ട്. റോഷൻ ചേട്ടാ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ജയന്മോൻ. ബിന്ദു ചേച്ചി പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ജയന്മോൻ. ഷർമിന വന്നിട്ടുണ്ട്. ഹായ് ഷർമിന, ലൈവിലേക്ക് സ്വാഗതം. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോരെ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ബാ. ബിനു അങ്കിളെ വിളിക്കുന്നുണ്ട് ജയന്മോൻ. പിന്നെ ബിന്ദു ജയ കഴിച്ചോ മോനെ ചോദിക്കുന്നു. ഷർമിന സുഖമല്ലേ അമ്മയെ ചോദിക്കുന്നു. ആണ്. പിന്നെ ഷർമിന മോക്ക് സുഖമാണ്, മോൾ ഫുഡ് കഴിച്ചോ? ലൈക്ക് തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ജയൻ ഷർമി എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഷർമിന അമ്മ കഴിച്ചോ ചോദിക്കുന്നു. അമ്മ കഴിച്ചു മോനെ, അമ്മ കഴിച്ചു. വിശന്നായിരുന്നു, അതുകൊണ്ട്. അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ടായിരുന്നു സാധാരണ കഴിക്കാറ്. പണ്ടാരാണ്ടും പറഞ്ഞ പോലെ ഓരോരോരോരോരോ എൻ്റെ സ്വപ്നത്തിൽ കഴിച്ചു കേട്ടോ. ഷർമിന് ജയരാജ് ബ്രോ ഹായ് സുഖമല്ലേ ചോദിക്കുന്നു. സുഖം പറയുന്നത് ജയന്മൻ. പിന്നെ സൗരു വന്നിട്ട് ഹായ് സൗരുവേ, ലൈവിലേക്ക് സ്വാഗതം. പിള്ളേച്ച കള്ളപ്പിള്ള എന്തൊക്കെയുണ്ട് വിശേഷം? ജയന്മൻ പിള്ളേച്ചോ പറഞ്ഞിട്ട് ഷർമിന ഞാൻ കഴിച്ചില്ല പറഞ്ഞു. പോയി പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ ലൈവും കണ്ടിരുന്ന് കഴിച്ചു. ബാ. എൻ്റെ പേരിന് നടുവിലായിരിക്കും ഇനി മുതൽ എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നു. ഇതെന്ത് പരിപാടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ? അത് പറ്റില്ല. കഴിച്ചില്ല ബിന്ദു ചേച്ചി പറഞ്ഞു. ഇതെന്താണ് ഇങ്ങനെ ഒരു പരിഷ്കാരം വരുത്തിയേക്കണേ? ഞങ്ങൾക്ക് വായിക്കാൻ മനസ്സില്ലെങ്കിലോ? പേടിപ്പിക്കുന്നോ? കഴിച്ചില്ല ബിന്ദു ചേച്ചി പറഞ്ഞു. കാവേരി കാവേരി പാടാമിനി സഖിനി ദേവന്റെ സോപാനമാ ആരോമലേ അലയാടി തൻ ആശ്ലേഷമായി അറിയുന്നു നീ. എനിക്ക് എൻ്റെ ലിറിക്സ് അറിയത്തില്ല ബിന്ദുസേ. പിന്നെ അറിയാവുന്നവരെല്ലാം പറഞ്ഞു. ഷർമിന സുഖം അമ്മ എന്ന് പറയുന്നുണ്ട് ഓണേ. പിന്നെ ബിന്ദു പിള്ളോ പറയുന്നുണ്ട്. പിന്നെ ഷർമിന നന്ദ വന്നില്ലേ ചോദിക്കുന്നു. കുഞ്ഞിക്ക് എന്തോ തണുപ്പടിച്ചെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടു. വരുമായിരിക്കും, അല്ലെങ്കിൽ ആദ്യം വരുന്നതാണല്ലോ. എന്ത് പറ്റിയാവോ? ഇനി വല്ലതും കിടന്ന് ഉറങ്ങിയെന്ന് അറിയത്തില്ല. ഞാൻ സോക്സൊക്കെ എടുത്തിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ള ഹായ് ഓൾ പറയുന്നുണ്ട്. കണ്ടോ എന്ന് പറയുന്നത് എന്തോ ആടേ ഇത് ഓരോ പച്ച പരിഷ്കാരം കൊണ്ട് നടക്കുന്ന സൗരവ് ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിയെന്ന. പിന്നെ രാജാവ് എന്ന് നടുവിലെന്ന് പറയുന്നത് ആരുടെ രായാവ്? ഞങ്ങളൊന്നും അങ്ങനെയൊന്നും കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. ഏതോ ഊച്ചാളി ഭടൻ, അതും പുരുഷൻ്റെ വീട്ടിൽ പഞ്ചസാര എണ്ണയും തീർക്കാൻ പോകുന്നത് എന്തുവേ. പിന്നെ പിള്ളച്ചൻ എന്തോ തെറി പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് ജയ് ബ്രൂ എന്ന് പറയുന്നുണ്ട്. അത് അതെന്താണത്? അത് മാറ്റിക്കോ പിള്ളച്ചോ എന്ന് പറഞ്ഞ് ചിരിക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട് ജയന്മൻ. ജയ് ബ്രൂ. പിന്നെ രായാവിന് എന്നൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഊച്ചാളി പഠനോ? പിന്നല്ലാതെ ആര് രായാവായിട്ട് ഞങ്ങളൊന്നും കണക്കാക്കിയിട്ടൊന്നുമില്ല. അല്ല ജയന്മാരെ, നമ്മൾ പിള്ളേച്ചനെ രാജാവായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതോ ഒരു ഊച്ചാളി ഭടാ എന്ന് വിളിക്കണ്ട. ഡേ രായ വേണ്ട, നമുക്ക് ബടാന്ന് വിളിച്ചാൽ മതി. ബടാ രായ ഒക്കെ വിളിച്ചാൽ ഇവൻ ചുമ്മാ പൊങ്ങിപ്പോവും. അവര് പുച്ഛിക്കുന്നുണ്ട്.
മാൻ